ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. വളകാപ്പ് ചടങ്ങിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സച്ചിയും അർച്ചനയും സന്ദീപും. അല്ലടോ, കല്യാണ സാരി തന്നെയാണോ ചടങ്ങിന് ഉടുക്കേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതേ എന്ന് തോന്നുന്നെന്ന് അർച്ചന പറയുന്നു. എന്നാലേ താൻ അത് തന്നെ ഉടുക്കണ്ട, ഞാൻ തനിക്ക് ഒരു പുതിയ സാരി തന്നെ വാങ്ങിത്തരാമെന്ന് അർച്ചനയോട് സച്ചി പറയുകയാണ്. ഞാനും നിങ്ങൾക്ക് വേണ്ടി ചില സർപ്രൈസുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് സന്ദീപ് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സസ്പെൻസ് എൻ്റെ കയ്യിലുണ്ടെന്ന് അർച്ചനയും പറയുന്നു. അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. നിങ്ങളെല്ലാവരും സർപ്രൈസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, അതിലും വലിയൊരു സർപ്രൈസ് നിങ്ങൾക്കിപ്പോൾ ഞാൻ തരുന്നുണ്ടെന്ന് അവന്തിക മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി ഉറങ്ങുന്നതാണ്. അതേസമയം കമ്പനിയിലെ മാനേജർ സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സാറേ, നമ്മുടെ പ്ലൈവുഡ് കമ്പനിക്ക് തീ പിടിച്ചു, 10-15 പേരോളം അതിൻ്റെ അകത്തുണ്ട്. സാറ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നും ഇവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണെന്നും ഒക്കെ തന്നെ മാനേജർ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് സച്ചി. അതേസമയം സച്ചിയുടെ ശബ്ദം കേട്ടുകൊണ്ട് അർച്ചനയും എഴുന്നേൽക്കുകയാണ്. സച്ചിയേട്ടാ, എന്തു പറ്റി, ആരാ വിളിച്ചതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ നമ്മുടെ മാനേജറാണെന്നും നമ്മുടെ പ്ലൈവുഡിൻ്റെ ഫാക്ടറിക്ക് തീ പിടിച്ചെന്നും പറഞ്ഞ് സച്ചി വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സച്ചി സന്ദീപിനെയും ധനുഷിനെയും സേതുമാധവനെയും ഒക്കെ തന്നെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സച്ചി പറയുകയാണ്, അച്ഛാ, നമ്മുടെ പ്ലൈവുഡ് ഫാക്ടറിക്ക് തീ പിടിച്ചു. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിലോടെ നിൽക്കുകയാണ്. കുറച്ചുപേരെ പരിക്ക് പറ്റിയവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന മാനേജർ പറഞ്ഞത്. 10-15 പേര് ഇപ്പോഴും അതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന അവന്തിക പറയുകയാണ്, എൻ്റെ സസ്പെൻസ് ഞാൻ ആദ്യം തന്നെ പൊട്ടിച്ചു. ഇനി ഇവരുടെ ഒന്നും സസ്പെൻസിന് ഇവിടെ യാതൊരുവിധ പ്രസക്തിയും ഉണ്ടാകില്ലല്ലോ. അതേസമയം സച്ചിക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വരികയാണ്. സംസാരിച്ചുകൊണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. എന്താ സച്ചിയേട്ടാ, എന്തു പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അത് പിന്നെ പൊള്ളലേറ്റ ഒരാൾ മരിച്ചു പോയെന്നാ പറഞ്ഞതെന്ന് സച്ചി പറയുന്നു. ഇതെല്ലാം കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് സേതുമാധവൻ. ഞാനിപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ ഫാക്ടറിയിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അവന്തിക ചെല്ലുകയാണ്. നമുക്കെല്ലാവർക്കും കഷ്ടകാലമാണല്ലോ, അത് പിന്നെ ഫാക്ടറി എങ്ങനെയാ ബാധിക്കാതിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നില്ലെങ്കിലേ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാകും എന്നും കൂടി അവന്തിക പറയുമ്പോൾ മക്കളെ വാ, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സേതുമാധവൻ പറയുകയാണ്. അങ്ങനെ അനഘയും സ്നേഹയും ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അനൂപ് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എന്താ അനൂപേട്ട ആകെ നനഞ്ഞിരിക്കുന്നതെന്ന് മീര ചോദിക്കുമ്പോൾ അത് പിന്നെ ഫാക്ടറിയിൽ ഒരു തീപിടുത്തമുണ്ടായിരുന്നെന്ന് അനൂപ് പറയുന്നു. ഞാൻ കരുതിയത് ജാതകദോഷം കുടുംബക്കാരെ മാത്രമേ ബാധിക്കൂ എന്നാണ്, കമ്പനി വരെ ബാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് മീര പറയുമ്പോൾ ആരുടെ ജാതകദോഷമാണെന്ന് അനൂപ് ചോദിക്കുന്നു. അത് പിന്നെ അർച്ചനയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകദോഷം കാരണമാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഇത് കേൾക്കുന്ന അനൂപ് ദേഷ്യത്തോട് പറയുകയാണ്, മീരെ, നീ ഇപ്പോൾ പറഞ്ഞതുണ്ടല്ലോ, ഇനി ഒരിക്കൽ കൂടി പറഞ്ഞാൽ നിന്റെ മുഖമടക്കി ഞാൻ ഒന്ന് തന്നിരിക്കും. ഭാര്യയെ തല്ലുന്നവൻ എന്നുള്ള പേര് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് മാത്രമാ നീ ഇപ്പോൾ രക്ഷപ്പെട്ടത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. തിരികെ വീട്ടിലേക്ക് വരുന്ന സേതുമാധവൻ നടന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ഓർക്കുകയാണ്. സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയതും നന്ദന് ആക്സിഡന്റ് ഉണ്ടായതും പിന്നീട് വീട്ടിൽ ഗുണ്ടകൾ വന്നതും കൂടാതെ ഇപ്പോൾ ഫാക്ടറിയിൽ തീപിടുത്തം നടന്നതും ഏറ്റവും അവസാനം ആ ജോത്സ്യന്റെ വാക്കുകൾ കൂടി സേതുമാധവൻ ഓർക്കുകയാണ്. അതേസമയം തന്നെയാണ് അവന്തിക വെള്ളവുമായിട്ട് സേതുവിന്റെ മുറിയിലേക്ക് ചെല്ലുന്നത്. അച്ഛൻ ഇതുവരെ ടെൻഷൻ മാറിയില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇതാദ്യമായിട്ടാണ് നമ്മുടെ ഫാക്ടറിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നതെന്ന് സേതു പറയുന്നു. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. അച്ഛാ, മംഗളകരമായ ഒരു ചടങ്ങും ആ കുഞ്ഞിനു വേണ്ടി നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നടത്താനായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ആപത്തുകൾ വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തന്നെ എന്റെ നന്ദേട്ടന്റെ അവസ്ഥ കണ്ടില്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാതെ കിടക്കുകയാണ്. മോള് വിഷമിക്കണ്ട, അച്ഛൻ വേണ്ടതെന്തെന്ന് വെച്ചാൽ ആലോചിച്ച് തന്നെ തീരുമാനമെടുക്കാമെന്ന് സേതുവും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതു എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. വളകാപ്പ് ചടങ്ങ് ഒന്നുകൂടി ആലോചിച്ച് നടത്തിയാൽ മതി എന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരും അവന്തിക ഒഴിച്ച് ഞെട്ടലോടെ സേതുവിനെ നോക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ കൂടി മനസ്സിലാക്കണം. നമ്മുടെ ഫാക്ടറിയിലെ തീപിടുത്തം കാരണം 3 പേര് മരിച്ചു, കൂടാതെ 10-15ഓളം പേര് പരിക്കുകളുമായിട്ട് ആശുപത്രിയിലുമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ ഇങ്ങനെ ആഘോഷമായിട്ട് ഒരു ചടങ്ങ് നടത്തുന്നത്? അച്ഛൻ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്, പക്ഷെ നമ്മളിത് നേരത്തെ തീരുമാനിച്ചതല്ലേ എന്ന് സന്ദീപ് ചോദിക്കുന്നു. എന്താണെങ്കിലും ചടങ്ങ് നടത്താതിരിക്കാൻ പറ്റില്ല, അത് വലുതാണോ ചെറുതാണോ എന്നൊക്കെ നമുക്ക് ആലോചിച്ച് തന്നെ തീരുമാനമെടുക്കാം എന്ന് സച്ചി പറയുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടും
സച്ചിക്ക് എന്താ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാകാത്തത്? അർച്ചനയുടെ അച്ഛനും അമ്മയ്ക്കും ഞാൻ വാക്കുകൊടുത്തതാണെന്നും എന്താണെങ്കിലും ഞാൻ ഈ ചടങ്ങ് ഏതു വിധേനയും നടത്തിയിരിക്കുമെന്നും സച്ചി പറയുകയാണ്. ഇപ്പോ ഈ ചടങ്ങ് മുടങ്ങിയാൽ എല്ലാവർക്കും വിഷമമാകും. അത് ശരി തന്നെ. പക്ഷേ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ എന്ന് സ്നേഹയും ചോദിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ചടങ്ങ് ഞാൻ നടത്തിയിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.